ോടുമുള്ള ആദരവായിട്ടാണ് ഖസ്റജ് കുടുംബത്തിലെ തിരുശേഷകളുടെ സംരക്ഷകനും അമീറുൽ അൻസാറുമായ ഞാൻ ഇത് കൈമാറുന്നതിൽ കൃതാർത്ഥനാണ്. അങ്ങനെ ഇയാളുടെ ഹൃദയം ഇയാളുടെ ഹൃദയം പറിച്ചെടുത്ത് കൊടുക്കുകയാണ്. അതായത് ആകെയുള്ള ഒരു മുടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായിട്ട് ആകെയുള്ള ഒരു മുടി ഈ പിന്നെ AP അബൂബക്കർ മുസ്ലിയാരോടുള്ള ആദരവിന്റെ ഭാഗമായിട്ട് നൽകുകയാണ്. ഇത് നിങ്ങളുടെ പിന്നെ മദീന ഒരു തിരുമുടി മദീനയുടെ സമ്മാനം എന്നാണ്, തിരുകേശം മദീനയുടെ സമ്മാനം എന്ന പുസ്തകം ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്അരി എന്ന് പറയപ്പെട്ട ആള് പിന്നെ എഴുതിയ പുസ്തകമാണ്. ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്അരി. അപ്പോ അയാൾ പറഞ്ഞ പുസ്തകത്തിൽ ഇതാണ് ഇങ്ങനെ, ഇത് ഈ ഖസ്റജ് നൽകുന്ന അഭിമുഖമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു മുടി മാത്രമാണ് അതായിരുന്നു എന്ന് ആണ് എല്ലാവരും മനസ്സിലാക്കിയത്. അപ്പൊ അതിന് സാധ്യത ഉണ്ട് എന്ന് ഞങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നു. ബഹുമാനപ്പെട്ട നൂർ ഫൈലി ഉസ്താദ് എന്നോട് നേരിട്ട് അന്ന് തന്നെ ഇതിന്റെ ഒരു ചർച്ച നടത്തി. പിന്നെ നൗഷാദിന് മനസ്സിലായിട്ടുണ്ടോ, അവര് വായിച്ചത് പിന്നെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ് ഹജ്ജത്തുൽ വദാഇന്, അതൊക്കെ അന്ന് എത്തി പ്രസംഗിച്ചതാ. ഹജ്ജത്തുൽ വദാഇന്റെ അന്നാണ് ഈ മുടിയെ കുറിച്ചിട്ട് പിന്നെ മുടി അന്ന് വിതരണം ചെയ്യപ്പെട്ട മുടിയാണ് എന്നും ആ തിരുകേശമാണ് പിന്നെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് പരമ്പരയായി കൊണ്ട് ഖസ്റജിയിൽ എത്തിയിട്ടുള്ളത് എന്നൊക്കെയാണ് ഇവർ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നത്. അതിനുശേഷം അതിന് ഘടകവിരുദ്ധമായിട്ടാണ് അവരവിടെ വായിക്കപ്പെട്ടിട്ടുള്ളത്. അത് വായിച്ചെത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട റാഫി ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിലാണ്. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ വെച്ച് ഷഹീദായ മഹാനവറുകളാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു മഹാനിലേക്കാണ് ഇത് മുട്ടുന്നത്. പിന്നെ എങ്ങനെയാണ് ഹജ്ജത്തുൽ വദാഇൽ വെച്ച് വിതരണം ചെയ്യപ്പെട്ട മുടി കിട്ടുക? ഈ കാര്യം നൗഷാദിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു ബഹുമാനപ്പെട്ട നൂർ ഫൈലി. അപ്പൊ തന്നെ നിങ്ങളുടെ ഈ പരിപാടി നടക്കുന്ന സമയത്ത് തന്നെ അപ്പോഴും ഞാൻ നൂർ ഫൈലിയോട് ഞാൻ പറഞ്ഞു, ഉസ്താദെ എനിക്കതിനെ കുറിച്ച് മനസ്സിലായിട്ടില്ല, എനിക്കറിയില്ല. എന്തായാലും ഖസ്റജിയുടെ കുടുംബത്തിലുള്ള ഒരു കേശമല്ലേ, അതാണല്ലോ അദ്ദേഹം കൈമാറിയിട്ടുള്ളത്. അപ്പൊ പിന്നെ മർക്കസിലേക്ക് കൈമാറിയിട്ടില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നൂർ ഫൈലി ഉസ്താദിനെ പോലുള്ള ആളുകൾക്കൊക്കെ അതിൽ സംശയം തുടങ്ങി. അപ്പൊ തന്നെ തുടങ്ങി. എന്നിട്ടും ഈ ഒരൊറ്റ കേശമാണ് ഈ കൈമാറിയിട്ടുള്ളത് എന്നാണ് അന്ന് എല്ലാവരും വിശ്വസിച്ചത്. അങ്ങനെയുള്ളൊരു കേശം കൈമാറി എന്നാ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് അവതരിപ്പിച്ചിരുന്നത്. അങ്ങനെ അവതരിപ്പിച്ചപ്പോഴാണ് ഇതേ മുടി വീണ്ടും പിന്നെ അവിടെ ഖസ്റജിയുടെ കയ്യിലുണ്ട് എന്നറിയപ്പെട്ടത്. അപ്പോഴാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അങ്ങനെ അവരുടെ സൈറ്റുകൾ പരതി. അപ്പൊ നോക്കുമ്പോൾ മുടിയുടെ വലിയൊരു കൂമ്പാരം കണ്ടു. അതല്ലെങ്കിൽ വെറുതെ സംശയിക്കണം എന്തിനാ? ഖസ്റജിയെ പോലെയുള്ള ഒരു അറബി സുഹൃത്തിനെ വെറുതെ നമ്മൾ കേരളത്തിൽ ഇരുന്ന് കണ്ട് സംശയിക്കേണ്ട ആവശ്യം എന്താ? അവിടെ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ, അത് പ്രചരിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞത്. പ്രചരിപ്പിക്കപ്പെടാതെ അബ്ദുൽ ഹമീദ് ഫൈസി ലോകത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി പറഞ്ഞതല്ലോ. അവിടെ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കപ്പെട്ടത് കൊണ്ടും അവിടെ ഇതിന്റെ എക്സിബിഷൻ നടത്തപ്പെട്ടത് കൊണ്ടും മാത്രമാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അങ്ങനെ പറഞ്ഞത്. പിന്നെ അതിനെക്കുറിച്ച് പഠിച്ചു. ഞാൻ പറയലേ അബ്ദുൽ ഹമീദ് ഫൈസി അങ്ങനെ പറഞ്ഞു, എന്നിട്ട് ഹമീദ് ഫൈസി അത് മാറ്റി പറയുകയും ചെയ്തു. മാറ്റി പറഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അത് തിരുത്തി പറഞ്ഞു എന്ന്. അത് തിരുത്തി പറഞ്ഞപ്പോ അബ്ദുൽ ഹമീദ് ഫൈസി ആദ്യം പറഞ്ഞത് അംഗീകരിക്കാന്നുണ്ടെങ്കിൽ എന്താ രണ്ടാമത് പറഞ്ഞാൽ അംഗീകരിച്ചില്ലാന്നുള്ളത്? അപ്പൊ ഇക്കാൻ ചോദിച്ചത് പിന്നെ ഈ നിങ്ങൾ താഹിർ സഖാഫി ആദ്യം പറഞ്ഞു ഇങ്ങനെ 3 കേശം, തലമല മുടി, പിന്നെ താടി രോമം, കൈരോമം, ഇങ്ങനെ 3 മുടികൾ മർക്കസിലുണ്ട്. അതുണ്ട് നിങ്ങളിപ്പോ അംഗീകരിക്കണില്ല. കാരണം എന്താണ്? അത് താഹിർ സഖാഫി തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണ്. AP അബൂബക്കർ മുസ്ലിയാർ ചിലപ്പോ താഹിർ സഖാഫിയെ തെറ്റിദ്ധരിപ്പിച്ചതാവാം. കൂടുതൽ കാരണം ഇങ്ങനത്തെ മുടി നമ്മളെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തത് കൊണ്ടാവാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാള് വെറുതെ ഒരു കാര്യം പിന്നെ ഒരു 3 മുടിയിൽ നിന്നുള്ള ചിലപ്പോൾ 4 മുടി എന്നൊക്കെ ചിലപ്പോൾ ഒരു അക്ഷരപ്പയവായിട്ട് വരും. അദ്ദേഹത്തിന്റെ ഒരു വാക്കിൽ നിന്ന് വന്ന ഒരു അക്ഷരപ്പയവായിട്ട് 3 മുടിക്ക് ചിലപ്പോൾ 4 മുടി ഉണ്ടെന്ന് വരും, അല്ലെങ്കിൽ 4 മുടിക്ക് ചിലപ്പോൾ 5 മുടി ഉണ്ടെന്ന് വരും. ഇതൊക്കെ ചിലപ്പോൾ അക്ഷരപ്പയവുകളായിട്ട് വരും. അതല്ലാതെ ഒരിക്കലും പിന്നെ ഈ തലമുടി പിന്നെ താടിമത്തെ രോമം, കൈമത്തെ രോമം എന്നൊന്നും ഒരിക്കലും ഒരാൾ തെറ്റിദ്ധരിച്ച് പറയില്ലല്ലോ. അത് തെറ്റിദ്ധാരണ ആകുമല്ലോ. അപ്പൊ അങ്ങനെ അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% അദ്ദേഹം അത് കൽപ്പിച്ചൂട്ടി പറഞ്ഞ തന്നെയാവും. കാരണം SSF നിങ്ങളുടെ SSFന്റെ സംസ്ഥാന നേതാവായിരുന്നു അദ്ദേഹം, സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താഹിർ സഖാഫി അത്ര വലിയ ഉന്നതനായ നേതാവ് നിങ്ങളുടെ പിന്നെ കുത്തുബുൽ ആലമായ AP അബൂബക്കർ മുസ്ലിയാരെ ഇരുത്തിക്കൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം എന്താ? അത് ജനങ്ങളെ അങ്ങനെ വിശ്വസിച്ച് പോവുകയാണെങ്കിൽ അതിന്റെ പേരിലും ഒരു പിരിവ് നടത്താമെന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെ. കാരണം AP അബൂബക്കർ മുസ്ലിയാർ ഈമാന്റെ ഒരാളായിരുന്നുവെങ്കിൽ അവിടെ നീച്ചെന്നിട്ട് പറയുന്നു, എന്റെ പേരിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിങ്ങൾ കളവാരോപിക്കരുത്, എന്റെ കയ്യിലില്ല അറിയണം, അല്ലെങ്കിൽ ആളുകളെ ഇദ്ദേഹത്തിന്റെ തെറ്റുപറ്റിയതാണ് എന്ന് വിളിച്ച് പറയാനൊരു ഒരു സന്മനസ് AP അബൂബക്കർ മുസ്ലിയാർ കാണിച്ചില്ല. ഇത് 100% ഉറപ്പല്ലേ നമ്മൾ ഈ പറയുന്ന കാര്യം?
ഇത് നിങ്ങൾക്ക് തെളിവല്ലേ? അവിടെ AP അബൂബക്കർ മുസ്ലിയാർ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അതിന് മൗന സമ്മതം കൊടുക്കുക ചെയ്തത്. ത്വാഹിർ സഖാഫി ഉന്നതമായ നേതാവാണ്. അദ്ദേഹത്തിന്റെ നാക്കിൽ വന്നൊരു പിഴവല്ല. അദ്ദേഹത്തെ ആര് തെറ്റിദ്ധരിപ്പിച്ചു? അദ്ദേഹം പറയട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞല്ലോ, ഇന്നാലിന്ന എന്റെ സുഹൃത്ത് എന്നോട് അവിടെ നിന്ന് പറഞ്ഞതാണ്. ആ സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ച സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം ഇദ്ദേഹം അന്വേഷിച്ചതിനെ കുറിച്ച് പറഞ്ഞു, ഇതിനെന്തുകൊണ്ട് അദ്ദേഹം തിരുത്തി പറഞ്ഞു എന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഇയാൾ പറഞ്ഞല്ലോ. ഞങ്ങളോട് ചോദിക്കുന്നത്, ഇതൊന്നും മർക്കസിലെ മുടി വ്യാജമല്ല എന്നതിന്റെ തെളിവല്ലല്ലോ. മർക്കസിലെ മുടി റസൂലുള്ളാന്റെയാണ് എന്ന വാദം നിങ്ങൾക്കില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. മർക്കസ് ാണ് എന്ന വാദം നിങ്ങൾക്കില്ല, അത് വാക്കാൻ നിങ്ങൾ വന്നിട്ടുമില്ല. അത് തന്നെയാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം. നമ്മൾ നിരന്തരമായി നടത്തിയ പരിപാടികൾ, ഒന്ന് മുസല്ല, ബഹുമാനപ്പെട്ട മുസല്ല എന്ന ഐഡിയുള്ള നമ്മുടെ സുഹൃത്തുണ്ട്. അദ്ദേഹം കുറെ ദിവസങ്ങൾ നമ്മളെ ഇതിൽ വന്നിട്ട് ഈ വിഷയങ്ങളുമായൊക്കെ സംസാരിച്ചിരുന്നു. അദ്ദേഹം അവസാനം പറഞ്ഞു, മർക്കസിലെ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ആദ്യമൊക്കെ അത് വലിയ ഞാൻ സന്തോഷിച്ചിരുന്നു. അദ്ദേഹം മൈക്കടുത്ത് പറഞ്ഞതാ, ഞാൻ അതിൽ സന്തോഷിച്ചിരുന്നു. കേരളക്കരയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം വന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് ഞാൻ വളരെ സന്തുഷ്ടനായിരുന്നു. പക്ഷെ അതിനുശേഷം ഇതിൽ നടത്തിയ ചർച്ചിത ചെറുവണങ്ങളിൽ എനിക്ക് ബോധ്യപ്പെട്ടു അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേശമല്ല എന്ന്. അങ്ങനെ അദ്ദേഹം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു വിഭാഗവുമായി ആ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും അടുത്തു പോകുന്നില്ല എന്ന് പറയുകയും നിരന്തരമായി നമ്മുടെ ക്ലാസ്സിൽ വന്നിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മുസല്ല എന്ന ഐഡിയിലുള്ള ആള്. അങ്ങനെ കുറെ ആളുകൾ നിങ്ങൾ തന്നെ പുലരി ഇന്നലെ വന്ന് അങ്ങനെ കുറെ ആളുകൾക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ സഖാഫി ഒളവട്ടൂർ എന്ന് പറഞ്ഞ് നിങ്ങൾ അദ്ദേഹത്തിന് ഒരു പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. സഖാഫി ഒളവട്ടൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പൂ ഇട്ട് കൊടുത്തിരുന്നു അദ്ദേഹത്തിന്. നിങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഞങ്ങൾ അദ്ദേഹത്തെ അതിലേറെ സ്വാഗതം ചെയ്തു. എല്ലാ ആദരവുകളും നൽകി അദ്ദേഹം മൈക്കിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചു. എല്ലാ ആദരവും നൽകി. നിങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ പൂവിട്ട് സ്വീകരിച്ചത്. അത് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ സഖാഫി ഒളവട്ടൂർ എന്ന് പറയുന്ന നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, നിങ്ങൾ അറിയുന്ന ആളായിരിക്കാം. എന്തായാലും നിങ്ങൾ അദ്ദേഹത്തെ പൂവിട്ട് സ്വീകരിച്ചു. ഞങ്ങളും അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ഞങ്ങൾ മൈക്കിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹത്തിന് പറയാനുള്ളതും പറയട്ടെ. നമ്മൾ ചോദിച്ചത് ഈ കാര്യം കൊണ്ടൊന്നും അബ്ദുൽ ഹമീദ് ഫൈസി ആദ്യം പറഞ്ഞത് മാറ്റി പറഞ്ഞു. ഇതുകൊണ്ടൊന്നും മർക്കസിലെ മുടി നിങ്ങൾക്ക് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇനി ഇപ്പോഴും അതാണെന്ന് പറഞ്ഞാലും ഇപ്പൊ തന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയാണ് ഇങ്ങനെ ഒരു മുടിയുണ്ട് പിന്നെ അബൂദാബിയിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും മർക്കസിലുള്ള മുടി വ്യാജമാണ് എന്നതിനുള്ള തെളിവുകൾ അനവധി നമ്മളിവിടെ നിരത്തിയല്ലോ. കുറെ തെളിവുകൾ നമ്മൾ നിരത്തി. ആ തെളിവൊന്നും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല എന്ന് ഞങ്ങൾ പറയുന്നു. അതോ മർക്കസിലെ മുടി ഇപ്പോഴും വ്യാജമല്ല, എന്തുകൊണ്ട് വ്യാജമല്ല, എന്തുകൊണ്ട് അത് ഹക്കാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അത് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ്? അത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞതാണോ എന്ന് കൂടി ചോദിച്ചപ്പോൾ നിങ്ങൾ എസ് അടിച്ചു. ഞാൻ പറഞ്ഞു അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് മാറ്റി പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റൂല എന്ന് നിങ്ങൾക്കൊരു വാദമുണ്ടെങ്കിൽ ആ വാദം അത് പൊളിക്കാനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ബഹുമാനപ്പെട്ട ത്വാഹിർ സഖാഫിയുടെ പ്രഭാഷണം ആദ്യത്തേതാണോ അംഗീകരിക്കുന്നത്, അതല്ല അദ്ദേഹം മാറ്റി പറഞ്ഞതാണോ അംഗീകരിക്കുന്നത്? ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടിയില്ല. നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് മറുപടി ഉള്ളൂ. കാരണം നിങ്ങളൊരു കാര്യം തീരുമാനിച്ചു എന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നിങ്ങൾ ഷൂസ് വാങ്ങിയിട്ടാണ് നിങ്ങൾ കാലിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പിന്നെ ആ ഷൂസ് കാലിന് എങ്ങനെ പാകമാക്കാം എന്ന് നോക്കണം. പിന്നെ കാലിങ്ങനെ ചത്തുകൾ ചെയ്യണത്. സത്യത്തിൽ ആദ്യം നിങ്ങളെ കാലിന് പാകമുള്ള ഒരു ഷൂസാ വാങ്ങേണ്ടത്. ആദ്യം ഷൂസ് വാങ്ങിക്കൊണ്ടുവന്ന് അതിന് കാലിൽ പാകമാക്കുന്ന ആദ്യം നിങ്ങളൊരു കാര്യം പറയാം, എന്നിട്ട് അതിനുള്ള തെളിവുകൾ. അതൊക്കെ പുത്തൻവാദികളുടെ ഏർപ്പാടാണ്. ആദ്യം തന്നെ ഒരു കാര്യങ്ങളാണ് തീരുമാനിക്കുക, പിന്നെ അതിന്റെ തെളിവുകൾ നോക്കുക. നിങ്ങൾ ആദ്യം ഒരു കേശം കൊണ്ടുവന്നു, എന്നിട്ട് നിങ്ങൾ അതിന്റെ തെളിവ് അത് സത്യമാക്കാനുള്ള തെളിവുകൾ അന്വേഷിച്ചു. അങ്ങനെയാണ് നിങ്ങൾ ബിദ്അത്തിലേക്ക് പോയത്. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കത്തിച്ച് നോക്കാൻ പറ്റൂല. പ്രവാചക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കത്തിച്ചാൽ അത് കത്തി നശിച്ചു പോകും, അത് കണ്ടു നിൽക്കാനുള്ള ഈമാനുണ്ടോ എന്നൊക്കെയുള്ള ആ രൂപത്തിലുള്ള ചോദ്യം നിങ്ങളുടെ നാവുകളിൽ നിന്നും പുറത്തു വരാനുള്ള കാരണം അതാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശത്തിന് നേലുണ്ടാകുമോ എന്നുള്ള ചോദ്യം പോലും അത് യുക്തിവാദമാണ് എന്ന് പറയാനുള്ള തന്റെ ഇടം നിങ്ങൾക്കുണ്ടായതൊക്കെ അതുകൊണ്ടാണ്. കാരണം നിങ്ങൾ ആദ്യം ഒരു കാര്യം തീരുമാനിച്ചു വെച്ചു, എന്നിട്ട് അതിനു വേണ്ടി നിങ്ങൾ തെളിവുകൾ അന്വേഷിച്ചു. അത് വലിയ തെറ്റാണ്. ഖുർആനിലും ഹദീസിലും അതുപോലെയുള്ള എല്ലാ തെളിവുകളുള്ള കാര്യം നിങ്ങൾ ആദ്യം വിശ്വസിക്കേണ്ടിയിരുന്നു. തെളിവില്ലാത്തൊരു കാര്യം വിശ്വസിച്ചുകൊണ്ട് അതിലേക്ക് തെളിവുകൾ അന്വേഷണം നടന്നപ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു പരിതാപകരമായ അവസ്ഥ നിങ്ങൾക്ക് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടുത്തെ വഹാബികൾക്കും ഇവിടുത്തെ മൗദൂദികൾക്കും അതുപോലെയുള്ള എല്ലാ പുത്തൻ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത്. ആദ്യം അവരൊരു കാര്യം പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരോട് സഹായം അഭ്യർത്ഥിക്കാൻ പറ്റുകയില്ല, അതിനവർ മരിച്ചവരോട് സഹായം ചോദിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു, മരിച്ചവരോട് സഹായം ചോദിക്കാൻ പറ്റൂല എന്ന് പറയാൻ ഞങ്ങൾ കാരണം എന്താ? മരിച്ച ആളുകളൊക്കെ അള്ളാഹുവ? നമ്മൾ തിരിച്ച ചോദ്യം മതിയായിരുന്നു. മരണപ്പെട്ടു പോയ ആളുകളൊക്കെ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു? അല്ലല്ലോ, അവരാരും ദൈവമല്ല. പിന്നെന്തോ ഒരു സഹായം ചോദിക്കുന്നതിന് അള്ളാഹു അല്ല. പിന്നെ അപ്പൊ ആ ചോദ്യങ്ങളിലൊക്കെ അവർക്ക് ആദ്യം ഒരു കാര്യം അവർ തീരുമാനിച്ചുറപ്പിച്ചു വന്നിട്ട് അതിന് തെളിവുകൾ തേടുകയായിരുന്നു. അതിന് ഖുർആൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും വളച്ചൊടിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഇതുകൊണ്ടാണ്.
അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോഴും മനസ്സിലായിട്ട് മനസ്സിലാകാതെ ഇത്രമാത്രം പകൽ വെളിച്ചം പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കി, പകൽ വെളിച്ചം പുറത്തു വരുന്നതോട് വരെ ഞങ്ങൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് തരികയും ചെയ്തു. ഇപ്പോഴും നിങ്ങൾ അതിലാ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മാത്രം നിങ്ങൾ മറുപടി പറയും. താഹിർ സഖാഫിയുടെ ആദ്യത്തെ പ്രഭാഷണം നിങ്ങൾ അംഗീകരിക്കുന്നുവോ? അബ്ദുൽ ഹമീദ് ഫൈസിയുടെ ആദ്യത്തെ പ്രഭാഷണം നിങ്ങൾ അംഗീകരിക്കുന്നുവോ? അതോ രണ്ടാളുടെയും രണ്ടാമത്തെ പ്രസംഗം നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നുണ്ടോ? അവർ തിരുത്തി പറഞ്ഞതാണോ അംഗീകരിക്കുന്നത്, അതോ തെറ്റിദ്ധരിച്ച് ആദ്യം പറഞ്ഞതാണോ അംഗീകരിക്കുന്നത്? അതാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. അസ്സലാമലൈക്കും. ഷാഫി എന്ന ആൾ എന്താ ഒരു നിമിഷങ്ങൾ ചിന്തിക്കണം കേട്ടോ. ഈ കാര്യം നമ്മൾ ശരിക്കും ചിന്തിക്കണം. നമ്മള് മതപരമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. റബ്ബിനോട് മറുപടി പറയേണ്ടി വരുന്ന ഒരു ചിന്ത. കാരണം ഈ റൂമിൽ ഇരിക്കുന്ന 84 ആളുകളും ചിന്തിക്കണം. പരിശുദ്ധ ഇസ്ലാമും മുസ്ലിമും ഒക്കെ നമ്മൾ ഖബറിലെ ചോദ്യം, മരിക്കണം, ഖബറിലെ ചോദ്യം, അള്ളാഹുവിനെ കണ്ടുമുട്ടണം, സ്വർഗം, നരകം, ഇങ്ങനെ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്തന, മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ, ഖബറിലെ ചോദ്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളൊക്കെ ഒരു മുസൽമാന്മാരായ ആളുകൾ ഇരിക്കുന്ന റൂമില് റസൂലുള്ളാഹിന്റെ കേശം വെച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് കളവുകൾ സുന്നിസം ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങള്. കാരണം നിങ്ങൾ പറഞ്ഞ കളവുകൾ നിരന്തരമായിട്ട് താടി, മുടി, മറ്റേ രോമങ്ങളുണ്ട്, ഇപ്പൊ അത് മർക്കസിലുണ്ടോ ഇല്ല എന്ന് നമ്മള് ശരിക്കും മനസ്സിലാക്കണം. ഷാഫികളോട്ട് നിങ്ങൾ ഡോട്ടല്ല പ്രശ്നം, നിങ്ങളൊന്ന് ചിന്തിക്കണം. ഒരു മുസൽമാനാണെങ്കിൽ എനിക്ക് എന്റെ കയ്യിലുള്ള മുയലിന് 3 കൊമ്പ് എന്നല്ല. നമ്മൾ പരിശുദ്ധ ഇസ്ലാമിൽ തെറ്റ് കണ്ടാൽ അത് നമ്മൾ തിരുത്തണം. അത് വില്ലത്തരല്ല. ഞാൻ ഒരിക്കലും നമ്മൾ അങ്ങനെയല്ല പറയുന്നത്. ഞാൻ സംസാരിക്കുന്ന ഒരിക്കലും വില്ലത്തരല്ലത്. ഞാൻ അങ്ങനെയല്ല സംസാരിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കണത്, നമ്മളൊരു നിമിഷം നമ്മളൊക്കെ മുസൽമാന്മാരാണ്. ഞാനും നിങ്ങളൊക്കെ നാളെ റബ്ബിന്റെ അടുക്കൽ പക്ഷാതപിക്കുന്ന തെറ്റുകൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ ഈ അവസ്ഥ എന്താണ്? റസൂലുള്ളാഹിന്റേതല്ലാത്തൊരു കേശം വന്നിട്ടുണ്ട്. സുന്നിസം ഉസ്താദ് ഒരുപാട് തവണ അത് വിശദീകരിച്ചു. കാരണം ഖസർജി പറഞ്ഞു എന്റെ കരളാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തൊരു സാധനം എല്ലാം കൊടുത്തു. എന്നിട്ടും ഖസർജിന്റെ അടുത്ത് വേറെ മുടിയുണ്ട്. അപ്പൊ നമ്മള് സത്യമായിട്ട് മനസ്സിലാക്കിയിട്ടും അല്ലത് വലഹും ആദാനുല്ല യസ്മഊന ബിഹ വലഹും അയ്യുനുല്ല യുബ്സിറൂന ബിഹ, ഇങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാകാൻ പാടില്ല. നിങ്ങൾക്ക് മതപരമായ വിവരം ഉണ്ടോ അല്ലെന്ന് എനിക്കറിയില്ല. സുന്നിസ് ഒരു മിനിറ്റ് തരാം. നമ്മൾ ഒന്ന് ചിന്തിക്കണം. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സുന്നി സംസ്ഥാനാണെങ്കിൽ ആരാണെങ്കിലും റബ്ബിന്റെ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചാണ്, നിങ്ങൾ സത്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ച് സംസാരിക്കണേ. ഞാനത് നമ്മൾ വലിയ വിഷമമുണ്ട് ഈ കാര്യത്തിൽ. കാരണം എന്താണോ, 1 മണിക്കൂർ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരം തന്നിട്ടും നിങ്ങൾ ഇത്ര കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ കളവുകൾ പറഞ്ഞിട്ടും ഇനിയും ആ വിഭാഗത്തിൽ തന്നെ നിങ്ങൾ വിഭാഗം വിടണം എന്നല്ല, റസൂലുള്ളാഹിന്റെ തിരുകേശം വെച്ചുള്ള കളി നിർത്തണം. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും. മൂപ്പരെ നിങ്ങളെ പേരില് പിന്നെ വില്ലൻ എന്നുണ്ടതുകൊണ്ട് വില്ലത്തരണ്ട് എന്നാ മൂപ്പര് പറയുന്നത്. നമ്മളതാ പറഞ്ഞത്, താഹിർ സഖാഫിയുടെ പേരിൽ ഉണ്ടായിട്ട് ആ സാധനം മൂപ്പർക്കില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം മൂപ്പര് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി രോമം കൊണ്ട് AP അബൂബക്കർ മുസ്ലിയാരെ അനുഗ്രഹിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈരോമങ്ങൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം AP അബൂബക്കർ മുസ്ലിയാരെ അനുഗ്രഹിച്ചു. ഇയാൾ പറയാണ് താഹിർ സഖാഫി ആ പേരിൽ ആ ശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ പേര് എന്തെങ്കിലും ഇട്ടു എന്നതുകൊണ്ട് 100% ആളുകൾക്കും ആ പേരിന് അർഹമായ ആളുകളാവൂലാം. അങ്ങനെ എന്തെങ്കിലും ഒരു ശുദ്ധി അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറയുമായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആ പ്രഭാഷണം കേട്ടിട്ടുണ്ടോ? ആ പ്രഭാഷണം കേട്ടു എന്ന് പറയാൻ മാത്രം. പിന്നെ നമുക്ക് ഏറ്റവും വലിയ രസം എന്താണോ, ഈ ബഹുമാനപ്പെട്ട നമ്മളെ ഉളവട്ടൂര് പറയുന്ന എന്താണ്, സത്യത്തിൽ AP അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്നപ്പെട്ട മുടികൾ, AP അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവരപ്പെട്ട മുടികള് അത് സത്യമാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം അത് ആണ് എന്ന് വാദിക്കാൻ മൂപ്പര് വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു വാദം മൂപ്പർക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടെന്ന് മൂപ്പര് പറഞ്ഞു. മൂപ്പര് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന് തെറ്റുപറ്റി, അത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അങ്ങനെ പറഞ്ഞല്ലോ, അത് പിന്നെ ഇപ്പൊ എന്താണ് ഇപ്പൊ അങ്ങനെ കാട്ടുക? ഈ ഒരു ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചോദിക്കാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അങ്ങനെ പറഞ്ഞു, അയാൾ അത് പിൻവലിച്ചു. താഹിർ സഖാഫി അത് പറഞ്ഞു, താഹിർ സഖാഫി അത് പിൻവലിച്ചിട്ടുണ്ട് എന്ന് നൗഷാദ് ഹസനി പറഞ്ഞതായിട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ മറ്റു പല പ്രഭാഷകരും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞു അത് തെറ്റിദ്ധരിച്ചിട്ടാണോ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടാണോ എന്നറിയില്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടോ പിന്നെ ആളുകൾ അത് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ആളുകൾക്ക് അത് തിരുത്താം. അത് അംഗീകരിക്കേണ്ടവർക്ക് അത് അംഗീകരിക്കാം. നൗഷാദ് ഈ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നു.
നിങ്ങളുടെ നേതാവ് ത്വാഹിർ സഖാഫി പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ആദ്യം പറഞ്ഞതാണോ അംഗീകരിക്കുന്നത്, അതല്ല രണ്ടാമത് പറഞ്ഞതാണോ അംഗീകരിക്കുന്നത്, അതല്ല രണ്ടും അംഗീകരിക്കുന്നുണ്ടോ, അതോ രണ്ടും അംഗീകരിക്കുന്നില്ലേ? ഇതേ നമ്മളെ ചോദ്യം. വളരെ വളരെ ഉഷാറായിട്ടാണ് നമ്മളെ ചോദ്യം. രണ്ടും അംഗീകരിക്കുന്നു, രണ്ടും അംഗീകരിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ആരാണ് ആളുകൾ എത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ് എന്ന മുജാഹിദ്